ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളിൽ നാം അവിശ്വസ്തത കാണിക്കുന്നത് മൂലം ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകൾ അത് നാം ശരിയായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാതെ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ചില നന്മകൾ നാം പ്രാപിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ നാം നന്ദിയില്ലാത്തവരായി നമ്മുടെ ഇഷ്ടവും നമ്മുടെ സുഖവും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം എത്രമാത്രം സന്തോഷിക്കുമെന്നതിനെ കുറിച്ചും യേശുവിന് നമ്മോടുള്ള നിത്യസ്നേഹത്തെക്കുറിച്ചുമുള്ള 3 ഉപമകളാണ് ലൂക്കോസ് 15-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇതിൽ കാണാതെ പോയ ആടിനെ കുറിച്ചുള്ള ഉപമ, കാണാതെ പോയ ദ്രഹ്മ തിരിച്ചു കിട്ടിയപ്പോൾ സ്ത്രീക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ചുള്ള ഉപമ, മുടിയനായ പുത്രന്റെ ഉപമ, ഇങ്ങനെ 3 ഉപമകളാണ് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 11 മുതൽ 32 വരെയുള്ള വചനങ്ങൾ മുടിയനായ പുത്രനെ കുറിച്ചുള്ള ഉപമയാണ്. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു ഭാഗമാണത്. സൺഡേ സ്കൂൾ പഠിക്കുന്നവർക്ക് വളരെ സുപരിചിതമാണ്. സൺഡേ സ്കൂൾ മുതൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന, അല്ലെങ്കിൽ പലരാലും നമുക്ക് കേട്ട് പരിചയമുള്ള പല ദേവദാസന്മാരിലൂടെ, അല്ലെങ്കിൽ നാം തന്നെ നിരവധി പ്രാവശ്യം വായിച്ച് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഉപമയാണ് മുടിയനായ പുത്രന്റെ ഉപമ എന്ന് പറയുന്നത്. ഒരു മകൻ തന്റെ അപ്പനിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട അവകാശമെല്ലാം ചോദിച്ചു വാങ്ങി തന്റെ സമ്പാദ്യമൊക്കെ കൊണ്ട് ദൂരദേശത്തേക്ക് ഏറിയ നാൾ കഴിയുന്നതിന് മുൻപ് പോയി അവിടെ ദൂർത്തടിച്ച് സകല സമ്പാദ്യവും നഷ്ടമാക്കി കളയുകയാണ് ആ മകൻ. തന്റെ സകല സമ്പാദ്യവും തീർന്നപ്പോൾ ഒടുവിൽ തനിക്ക് ആ ദേശത്ത് നിൽക്കുവാൻ സാധിക്കാതെ വണ്ണം ആയ ഒരു സാഹചര്യത്തിൽ ആ ദേശത്തിലെ പ്രമാണിയുടെ അടുക്കൽ പോയി പന്നികളെ മേയ്ക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ഇടയായി. എന്നാൽ അവിടെയും തനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. പന്നികൾ കഴിക്കുന്ന വാളവരെ കൊണ്ട് തന്റെ വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് ആ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. അത്രയേറെ ദൂർത്തടിച്ച് തന്റെ സമ്പാദ്യം ഒക്കെ നഷ്ടപ്പെടുത്തിയ ആ മകൻ അത്രയേറെ കഷ്ടതയിലൂടെ കടന്നുപോയി. ഒടുവിൽ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ മകൻ ചിന്തിക്കുകയാണ്, എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്നു. അപ്പോഴാണ് ആ മകന് തന്റെ സുബോധം തിരിച്ചു വന്നത്, അല്ലെങ്കിൽ തനിക്ക് സുബോധം ലഭിച്ചത്. എന്റെ അപ്പന്റെ അടുക്കലായിരുന്നു എങ്കിൽ എനിക്ക് ഈ ഒരു അനുഭവം വരത്തില്ലായിരുന്നു, അല്ലെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ നല്ല അനുഭവങ്ങൾ എന്റെ അപ്പന്റെ ഭവനത്തിലുണ്ട് എന്നുള്ളൊരു സുബോധം തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായി ഇടയായി. ഒടുവിൽ ആ മകൻ തിരിച്ച് തന്റെ അപ്പന്റെ അടുക്കിലേക്ക് പോകുകയും അവിടെ അപ്പൻ ദൂരെ നിന്ന് തന്നെ മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം ഒക്കെ നൽകി പുതിയ വസ്ത്രവും പുതിയ മോതിരവും ഒക്കെ അവനെ അണിയിക്കുന്നതിന് ദാസന്മാരെ പറഞ്ഞു വിടുകയും കൊണ്ടുവരയിച്ച് അത് മകനെ അണിയിക്കുകയും മകൻ തിരിച്ചു വന്നതിന്റെ സന്തോഷം ആ ഭവനത്തിൽ ഉടനീളം അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള മുടിയനായ പുത്രന്റെ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സുപരിചിതമായ ഒരു ഭാഗത്തിൽ എന്നെ സ്പർശിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ ഭാഗത്തിൽ 11, 12, 13 ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയുന്നതിനു മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് അറിയിക്കേണ്ട ഒരു ദൈവശബ്ദം എന്ന് പറയുന്നത്, നാം പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പലതും നാം ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ശുശ്രൂഷകളായിരിക്കാം, കൃപാവരങ്ങളായിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം, ഒരു ഭാവി ജീവിതമായിരിക്കാം, നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, ജോലി മേഖലയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് അനുഗ്രഹങ്ങൾ, മറ്റ് സാമ്പത്തിക നന്മകൾ, ഇതൊക്കെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് നാം നേടിയെടുക്കാറുണ്ട്. പലപ്പോഴും നമുക്കതിൽ വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഈ നാളുകളിൽ നമുക്ക് പരിശോധിക്കണം. ദൈവം നൽകുന്ന നന്മകളെ ദൈവനാമത്തിനു വേണ്ടി നാം ഉപയോഗിക്കുന്നുണ്ടോ, അത് ശരിയായിട്ടുള്ള രീതിയിലാണോ നാം വിനിയോഗിക്കാറുള്ളത് എന്ന് നാം ചിന്തിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് നമ്മോടൊരു ഫേവർ ഉള്ളത് കൊണ്ട് ഒത്തിരി നന്മകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. ഒത്തിരി കൃപകൾ, ഒത്തിരി കൃപാവരങ്ങൾ, ഒത്തിരി ശുശ്രൂഷ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകും.
പക്ഷെ ഈ നാളുകളിൽ ദൈവം നൽകുന്ന ഇത്തരം അനുഗ്രഹങ്ങളെ, നന്മകളെ ദൈവനാമത്തിന് ഉപയോഗിച്ചുകൊണ്ട് അത് ശരിയായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ഒരു മുടിയനായ പുത്രൻ തന്റെ അപ്പനിൽ നിന്ന് അവകാശങ്ങളൊക്കെ ചോദിച്ചു വാങ്ങി ദൂരദേശത്തേക്ക് പോകുമ്പോൾ അവിടെ പോയി തനിക്ക് ലഭിച്ച സമ്പാദ്യമൊക്കെ നഷ്ടമാക്കി, നാനാവിധമാക്കി നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ആ ഒരു അപ്പന് എന്തുമാത്രം വേദന ഉണ്ടായിരിക്കാം. ഈ നാളുകളിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളിൽ നാം അവിശ്വസ്തത കാണിക്കുന്നത് മൂലം ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകൾ അത് നാം ശരിയായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാതെ വരുമ്പോൾ, ദൈവത്തിൽ നിന്ന് ചില നന്മകൾ നാം പ്രാപിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ നാം നന്ദിയില്ലാത്തവരായി നമ്മുടെ ഇഷ്ടവും നമ്മുടെ സുഖവും അന്വേഷിച്ച് താൽക്കാലികമായി ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പിതാവ്, നമ്മുടെ സ്വർഗത്തിലെ പിതാവായ ദൈവം എന്തുമാത്രം ഈ നാളുകളിൽ ദുഃഖിക്കുന്നുണ്ടാവും. നാം ചിന്തിക്കുക, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മ നൽകിയാലും അത് ഞാൻ ദൈവനാമത്തിനു വേണ്ടി ഉപയോഗിക്കും എന്നുള്ള തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ നാളുകളിൽ ദൈവസ്നേഹത്തെ പൂർണ്ണമായി നാം തിരിച്ചറിയുക. ദൈവസ്നേഹം നമ്മിൽ നിറയണം. സകല സമ്പാദ്യവും സ്വരൂപിച്ചു കൂട്ടി ദൂരദേശത്തേക്ക് പോയി സകലവും ദൂർത്തടിച്ചു കളഞ്ഞ് ആ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ ഓടിച്ചെന്ന്, ദൂരെ നിന്ന് തന്നെ ആ മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം നൽകിയതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് കണ്ടിരിക്കുന്ന ഒരു ദർശനവും അതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തിൽ, ഒരു അനുഭവത്തിൽ നമുക്ക് ദൈവത്തോട് ഉള്ള സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ, ദൈവം നൽകിയ നന്മകളെ, കൃപകളെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ട് എന്ന് സ്വയം ആർക്കെങ്കിലും ബോധ്യമാകുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നമുക്ക് എവിടെയാണോ കുറവ് വന്നത്, ഒരു പക്ഷേ ദൈവം നൽകിയ നന്മകൾ അല്ലെങ്കിൽ ദൈവം നൽകിയ കൃപകൾ, ദൈവം നൽകിയ ശുശ്രൂഷകൾ, ദൈവം നൽകിയ അനുഗ്രഹത്തിൽ എവിടെയെങ്കിലും നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പുലർത്തുവാൻ കഴിഞ്ഞില്ല, ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും ഒരു അനുഭവം മൂലം നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് മടങ്ങി വരാം. ദൈവം നമ്മുടെ മടങ്ങി വരവിനെ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും നാം ദൈവസന്നിധി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരു അനുതാപത്തോടെ ദൈവത്തോട് നാം അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നമ്മെ ചേർത്തണയ്ക്കും. കാരണം അത്രയും സ്നേഹവാനാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ദൈവം മനസ്സലിവിന്റെ ദൈവമാണ്. ദൈവം സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നാം തിരിച്ചറിഞ്ഞ്, യേശു കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില അനുഭവങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ കഴിയാതെ വണ്ണം ദൈവിക ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളഞ്ഞ ചില അനുഭവങ്ങൾ, ദൈവസ്നേഹത്തിൽ എനിക്ക് എവിടെ കുറവ് വന്നു എന്ന് നാം പരിശോധിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏതെങ്കിലും ഒരു അനുഭവത്തിൽ ഇതുപോലെ നന്മകൾ എനിക്ക് ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ദൈവം നൽകിയ കൃപകളെ എനിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല, ദൈവിക സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി എന്നൊരു കുറ്റബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ നാളുകളിൽ തോന്നുന്നുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് അടുക്കുവാനുള്ളൊരു അവസരം ദൈവം നൽകുകയാണ്. ഈ അന്ത്യകാലത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ മുറുകെ പിടിച്ച് അനേകർ വീണുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ ഗോളത്തിൽ, ആത്മിക ഗോളത്തിൽ അനേകർ ഈ ലോകത്തിൽ പട്ടുപോകുമ്പോൾ, അനേകർ ആത്മീകതയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ ദൈവസ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവം നൽകുന്ന കൃപകളെ, അനുഗ്രഹങ്ങളെ, നന്മകളെ ശരിയായിട്ടുള്ള രീതിയിൽ ദൈവനാമത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ജയോത്സവമായി നടത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. God bless you all. Amen.